പ്രണയവും വിവാഹവും എല്ലാം എല്ലാ കാലത്തുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ജീവിതം കൊലയ്ക്ക് കൊടുക്കപ്പെടുകയാണ്. ഇല്ല എന്ന് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ബന്ധപ്പെട്ടത്. ഒരു വിളക്ക് കാണുമ്പോൾ ഈയാമ്പാറ്റ, വിളക്കിൻ്റെ മനോഹാരിതയാണ്, സൗന്ദര്യമാണ് കാണുക. എൻ്റെ കരിഞ്ഞു പോകും എന്ന് അടുത്ത് ചെന്ന് കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ അടുത്ത ഇര എൻ്റെ മകളായിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ മതാധ്യാപകർ. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. നമ്മുടെ മതബോധന രീതിയും വളരെയധികം കാലോചിതമാകേണ്ടത് അനിവാര്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് സത്വരമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചെങ്കിലേ കുഞ്ഞുങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, സാമ്പത്തികമായ സുരക്ഷിതത്വം നൽകുക, വിശ്വാസ കൈമാറ്റത്തിന് ചെറിയൊരു ശതമാനം ശ്രദ്ധ മാത്രം അതിൽ തിരികെ വരണം. എങ്കിൽ മാത്രമേ ലവ് ജിഹാദ് പോലെയുള്ള പ്രതിസന്ധികൾ നേരിടാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ആരും വികസനത്തിനെതിരല്ല, പക്ഷേ ജീവിക്കാനുള്ള അവകാശമില്ലേ? അവരൊന്നും സാമ്പത്തികമായി വലിയ ഉന്നതമായ കുടുംബങ്ങൾ ഒന്നുമല്ല, സാധാരണക്കാരാണ്. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ 10 കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഇന്ന് വരെ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അതീവ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഇടപെടേണ്ട മേഖലയാണ് മയക്കുമരുന്നുകൾ. സമുദായം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനുള്ള പ്രതിലോമ ശക്തികളെ കൃത്യതയോടുകൂടെ നേരിടാൻ ഉള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് ഉണ്ടായിരിക്കണം. നമസ്കാരം. പക്ഷം മറുപക്ഷം ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ അതിഥി താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയൂസ് ഇഞ്ചനാനിയൽ പിതാവാണ്. പിതാവെ, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുന്നു. പിതാവ്, നമുക്കറിയാം മലയോര മേഖല വളരെയധികം ദുരിതങ്ങളിലൂടെയാണ് ഈ നാളുകളിൽ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അങ്ങ് പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ പറയുകയുണ്ടായി, ഈ ബഫർ സോൺ ഇഷ്യൂ അത് മലയോര മേഖലയുടെ ശിരസിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളാണ് എന്നൊരു കാര്യം അങ്ങ് പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ജാഗ്രതാ കുറവ് അല്ലെങ്കിൽ ഒരു നിസ്സംഗത ഈ ഒരു വിഷയത്തോളം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർ നിയമനിർമ്മാണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരാ നിയമം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രയോജകരാരാണെന്ന് ശ്രദ്ധിച്ചിട്ടാണല്ലോ നിയമം രൂപീകരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഈ നിയമം, എന്തിനാണ് ഈ നിയമം? ഇപ്പോൾ അവരിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം അവർ കൊണ്ടുവരുന്നു. കേരള ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവരുന്നത് വനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. വനം സംരക്ഷിക്കുമ്പോൾ വനത്തിലുള്ള മൃഗങ്ങളെയും സംരക്ഷിക്കുക. എന്നാൽ ഈ വനത്തിനോട് ചേർന്ന് ഉള്ള ആളുകൾ എങ്ങനെ സംരക്ഷിക്കണം അതിനെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിയമനിർമ്മാണം കൊണ്ടുവരുമ്പോൾ കാർബൺ പ്രശ്നങ്ങൾ, പ്രകൃതി സംരക്ഷണം, അതിനൊക്കെ യൂറോപ്യൻ യൂണിയനും UN വലിയൊരു സാമ്പത്തിക സഹായം ഇന്ത്യ പോലൊരു രാജ്യങ്ങൾക്ക് അവർ നൽകുന്നുണ്ട്. കാരണം വലിയ വനസമ്പത്തല്ലേ നമുക്കുള്ളത്, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നൽകുന്നുണ്ട്. അപ്പോൾ ആ പണം കിട്ടുന്നതിന് വേണ്ടി പുതിയ പുറത്തുള്ള പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകൾ നൽകുന്ന നിയമങ്ങൾ അത് അവർ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ലക്ഷ്യം പണം വാങ്ങുക എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പത്തിൽ വനത്തിന് 1 കിലോമീറ്റർ 10 കിലോമീറ്റർ ആയിരുന്നു ആദ്യം അവർ പറഞ്ഞത്. അവർക്ക് എളുപ്പത്തിൽ പണം കിട്ടണം 10 കിലോമീറ്റർ. എന്നാൽ ഇതിൻ്റെ ചുറ്റും ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഉപജീവനം എങ്ങനെ സാധിക്കുമെന്ന് ഇവർ ശ്രദ്ധിക്കുന്നില്ല. അതാണ് നമ്മുടെ ജനപ്രതിനിധികളുടെ പ്രതിസന്ധി. ആ ഒരു കാര്യത്തിലുള്ള അലംഭാവമാണ് ഏറ്റവും വലുത്. നമുക്ക് മാധവ് ഗാഡ്ഗിൽ, അദ്ദേഹത്തെ അറിയത്തില്ലാത്ത ആരുമില്ല. അദ്ദേഹം രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതം, അത് പക്ഷി സങ്കേതമാക്കുന്നതിന് അന്നത്തെ പ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞ അലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ റിക്വസ്റ്റ് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ഏക്കറുകൾ പക്ഷി സങ്കേതമാക്കാൻ വേണ്ടിയിട്ട് പക്ഷികൾ വരുന്നുണ്ടായിരുന്നു. പക്ഷി സങ്കേതമാക്കണം എന്ന് പറഞ്ഞ് അവർ അത് ഡിക്ലെയർ ചെയ്തു 1982. അന്ന് തന്നെ ഇദ്ദേഹം ഇതിനെ എതിർത്തിരുന്നു. കാരണം അവിടെ ഉള്ള ആവാസ വ്യവസ്ഥയുണ്ട്, അത് ജനങ്ങളും കൂടെ ഉൾച്ചേർന്നതാണ്. അവിടെ എങ്ങനെയായിരുന്നു ആളുകൾ, ഈ
ആയിരക്കണക്കിന് ഏക്കർ പുല്ല് നിറഞ്ഞായിരുന്നു. ഇവിടെ പശുക്കളെയൊക്കെ തീറ്റുകയായിരുന്നു. അത് കന്നുകാലികളെയൊക്കെ തീറ്റുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ കന്നുകാലികളൊക്കെ തീറ്റുമ്പോൾ കന്നുകാലികൾ ഇങ്ങനെ നീങ്ങുമ്പോൾ വിട്ടിലുകൾ അങ്ങനെയൊക്കെയുള്ള അതിങ്ങനെ ഉയർന്നു പോകും. ഇതിനെ തിന്നുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷികൾ വരുന്നത്. അവിടെ നിന്ന് ധാരാളം പക്ഷികൾ. ഇതെല്ലാം നിരോധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആളുകൾ പക്ഷികൾ അവിടെ ശക്തമായ പ്രതിരോധമുണ്ടായി. ആളുകൾ വളരെ ശക്തമായ അതിൽ വെടിവെപ്പുണ്ടായി. 7 കർഷകർ മരിച്ചു അന്ന്. 1982 7 കർഷകർ മരിച്ചു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പശുക്കളൊന്നും മേയാത്തത് കൊണ്ട് പുല്ലെല്ലാം വളർന്ന് വലിയ പുല്ലായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ആ പുല്ലിങ്ങനെ നിറഞ്ഞു പോയതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന കുളക്കോഴി പോലെയുള്ള അങ്ങനെയെല്ലാം അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അവിടുന്ന് പോയി. ഈ വീട്ടിലും അതുപോലെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പക്ഷികളും വരാതെയായി. ഇതാണ് ചെറിയൊരു ഉദാഹരണം, ഈ ബഫർ സോണിൻ്റെ ചെറിയൊരു ഉദാഹരണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ശ്രീ മാധവ് ഗാഡ്ഗിൽ തൻ്റെ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്, അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ അത് ജനങ്ങളും കൂടെ ചേർന്നതാണ്. അത് ശ്രദ്ധിക്കാതെയാണ് ഈ നിയമങ്ങൾ ഈ ആളുകൾ കൊണ്ടുവരുന്നത്. പലപ്പോഴും പിതാവേ ഇത്തരം ഈ ബഫർ സോൺ ഇഷ്യൂ, അതോടൊപ്പം തന്നെ നമുക്കറിയാം മലയോര മേഖല നേരിടുന്ന വലിയൊരു വിഷയമാണ് ഈ വന്യമൃഗശല്യം, കാട്ടുപന്നിയുടെ ഇഷ്യൂ. അപ്പം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെ ഒക്കെ ഒരു നിലപാട് കാണുമ്പോൾ ഈ മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനോഭാവം അല്ലേ ഇതിൽ പലപ്പോഴും? തീർച്ചയായിട്ടും. നമുക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് വിദേശത്തുള്ള സർക്കാരുകൾ, അങ്ങനെയുള്ള ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്നുകൂടി ഇവർ ഒട്ടും തന്നെ പഠിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ അവർ പെരുമ്പാമ്പ് വളരെയധികം വർദ്ധിച്ചു, ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ അപകടപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് അവർ ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ പെരുമ്പാമ്പിനെ പിടിക്കുന്നവർക്ക് $5000. അവർ അധികം പെറ്റുപെരുകിയ പെരുമ്പാമ്പുകൾ തീർന്നു കഴിയുമ്പോൾ അവരത് നിയന്ത്രിക്കും. അങ്ങനെ ഇവിടെ പന്നി എത്രയധികം വർദ്ധിച്ചു. ആ പന്നി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ നഗരത്തിലുള്ളവർക്ക് പോലും കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ അവസരത്തിൽ എന്താണ് നിയമം? ആ നിയമം മനുഷ്യന് വേണ്ടിയുള്ളത് കൂടിയല്ലേ, വനത്തിലേക്ക് കയറിയല്ലോ. നമ്മെ ദ്രോഹിക്കുന്ന ആളുകളെ ആണല്ലോ നമുക്ക് കൃഷി ചെയ്യാനുള്ള അവകാശമില്ലേ? ഇത് അത്തരം വിദേശങ്ങളിൽ കാണുന്ന ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയാണ്, മലമ്പാമ്പിന് വേണ്ടി, പെരുമ്പാമ്പിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നല്ലല്ലോ അവർ പറയുന്നത്. പകരം പെരുമ്പാമ്പ് അധികമായപ്പോൾ വിഷമിക്കുന്ന മനുഷ്യരെയും കൂടെ സംരക്ഷിക്കേണ്ട ഉത്തരം. ഇത് പലപ്പോഴും ഈ ജനപ്രതിനിധികൾ, ഈ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നവർ, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് തീരെ ശ്രദ്ധിക്കാത്തത്. അങ്ങനെ വളരെയധികം ആളുകൾ കഷ്ടപ്പെടുക. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതിനെ നിയന്ത്രിക്കാം. ഗവൺമെൻറ് മതിൽ കെട്ടാം. എത്രയോ വിദേശത്ത് മതിൽ കെട്ടിക്കൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്നുണ്ട്. ജനങ്ങളും മലേഷ്യൻ ഗവൺമെൻറ് തന്നെ അവരുടെ ഫോറസ്റ്റ് ഉണ്ടല്ലോ, ഫോറസ്റ്റിനോട് ചേർന്ന് വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. ഇത്തരം ഗവൺമെൻറ് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പിതാവേ, അങ്ങ് മലയോര കർഷകരുടെ ഒരു ഇടയനാണ്. ഈ ഒരു ബഫർ സോൺ ഇഷ്യൂ നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ വന്ന ഒരു സുപ്രീം കോടതി വിധി വലിയൊരു ഇടുത്തി കണക്കാണ് മലയോര കർഷകരുടെ മേൽ വന്ന് പതിച്ചത്. ഈ ഒരു വിഷയം പിതാവിന് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കൃത്യമായിട്ട് അറിയാം. എത്രത്തോളം രൂക്ഷമായിട്ടായിരിക്കും നമ്മുടെ മലയോര കർഷകരെയും മലയോര മേഖലയും ബാധിക്കുന്നത്? അത് ഞങ്ങൾ ഇത്ര ശക്തമായിട്ട് ഈ കർഷകർക്ക് വേണ്ടി നിൽക്കുന്നതിനുള്ള കാരണം ഞങ്ങളുടെ മുമ്പിൽ ഉദാഹരണമുണ്ട്. അതിൽ നമുക്ക് ആ ഉദാഹരണം ഗൂഡല്ലൂർ പ്രദേശത്ത് അവിടെ ഒരു 90കളിൽ ജയലളിത മാഡം അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത് തന്നെയാണ് കാര്യം. അവിടെ കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുക, ആ ഏരിയ മുഴുവൻ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. മുഴുവൻ തേയിലയും മറ്റതുപോലെയുള്ളതാണ്. ആളുകൾ വളരെ കുറഞ്ഞ ആളുകളാണുള്ളത്. അങ്ങനെ ചെറിയ പോക്കറ്റുകളിലായിട്ട് അവിടെ വിവിധ തരങ്ങൾ കുടിയേറ്റക്കാർ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ആ നീലഗിരി പ്രദേശത്ത് മുഴുവനായിട്ടും ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് അതിനുശേഷം ഈ വളരെ ഒരു 10-20-25 വർഷങ്ങൾക്കുള്ളിൽ അവിടെ എന്ത് സംഭവിച്ചു? കഴിയുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടുക എങ്ങോട്ട് പോകും? അവർക്കുണ്ടായിരുന്ന സ്ഥലമൊന്നുമില്ല, എവിടെയെങ്കിലും പോയി ചേക്കേറുക
ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുക. വളരെ സമൃദ്ധമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഇത്തരം പ്രദേശം എങ്ങനെയാണ് അവർ കുടിയിറക്കപ്പെടുന്നത്? അവരോട് ഇറങ്ങിപ്പോകാൻ ആരും പറയുകയില്ല. കാരണം ഈ സ്ഥലത്തിന് വിലയില്ല. ഈ സ്ഥലത്തിൽ ഒരു ലോൺ എടുക്കാമെന്ന് വിചാരിച്ചാൽ ബാങ്കുകാർ ലോൺ തരികയില്ല. കാരണം അത് ബഫർ സോണിൻ്റെ കീഴിലാണ്. അങ്ങോട്ടുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞാൽ വീണ്ടും അത് നന്നാക്കുകയില്ല. അവിടെ ഉണ്ടായിരുന്ന സ്കൂളുകളിൽ അധ്യാപകരില്ലാതെ വന്നാൽ വീണ്ടും പുതിയ അധ്യാപകരെ അവിടെ നിയമിക്കുകയില്ല. അവിടെയുള്ള പോസ്റ്റ് ഓഫീസിൽ ഒരാൾ റിട്ടയർ ചെയ്താൽ പിന്നീട് ഒരാളെ അവിടെ നിയമിക്കുകയില്ല. ഇങ്ങനെ എങ്ങനെയൊക്കെ മനുഷ്യരെ എക്സ്ക്യൂസ് ചെയ്യാവോ, ശ്വാസം മുട്ടിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഗവൺമെൻറ് പോലെയുള്ളൊരു വലിയ സംവിധാനത്തോട് പാവപ്പെട്ട ഒരു കർഷകന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ ജീവിക്കണ്ടേ ഒരു ഓപ്ഷൻ. അവിടെ ആത്മഹത്യ ചെയ്തു എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു പോകും. മനോബലം ഇല്ലാത്തവർ ആത്മഹത്യ ചെയ്യും, അല്ലാത്തവർ മറ്റ് സ്ഥലങ്ങൾ തേടിപ്പോകും. ആ പ്രദേശം മുഴുവനും കടുവയും ആനയും കരടിയും മറ്റു മൃഗങ്ങളും നിറഞ്ഞു. ഇത് നമുക്ക് മുമ്പിലുള്ള അനുഭവമാണ്. അപ്പോൾ ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപെറുക്കി ഇവിടെ വന്ന് പണം കൊടുത്ത് ഈ കാട് കഠിനാധ്വാനം ചെയ്ത് ഇത് വിളഭൂമിയാക്കി. ഇനി ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഒരു മുമ്പിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, ശൂന്യതയാണ്. അവന് മുമ്പിൽ മരണമാണ് മെച്ചമായിട്ടുള്ളതെന്ന് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. പിതാവ് പറഞ്ഞതുപോലെ ശരിക്കും ഈ ഒരു വിധി നടപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ മേഖലകളൊക്കെ നമ്മുടെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളാണ്. അതൊക്കെ ഒരു വനപ്രദേശമായിട്ട് ഭാവിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് രൂപീകൃതമാകും വനപ്രദേശമായി. നീലഗിരി മാത്രം നമ്മുടെ മുമ്പിൽ ഉദാഹരണമാണ്. ഇതേ നിയമം കൊണ്ടുവന്നു, അവരെ നടപ്പിലാക്കിയപ്പോൾ 20 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് എല്ലാം വനമായി മാറി. ആളുകളെല്ലാം അവിടെ നിന്ന് ഒഴിവാകും. അതുകൊണ്ട് നമുക്കിത് തന്നെ സംഭവിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, ഇവർക്ക് ജീവിക്കാൻ നല്ലൊരു വീട്, ജീവിക്കാനുള്ള സാഹചര്യം, നല്ലൊരു ജോലി, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരട്ടെ. എന്നിട്ടിത് പ്രഖ്യാപിക്കട്ടെ. ഇവർക്ക് കിട്ടുന്ന പണം, വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം, സ്വദേശത്ത് എവിടെ നിന്നും ആകട്ടെ, ആ പണം ഈ പാവപ്പെട്ട കുടിയിറങ്ങുന്ന മനുഷ്യർക്ക് കൂടെ ചെലവഴിച്ചിട്ട് അവർ ഗവൺമെൻറ് പറയുകയാണ്. അതാണ് ഈ ജനപ്രതിനിധികൾ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. പിതാവിന് നമുക്കറിയാം നമ്മുടെ മലയോര മേഖലയിലെ കർഷകർ അവർ ചോര നീരാക്കി എല്ലുമുറിയെ പണിയെടുത്താണ് പ്രത്യേകിച്ച് അവരുടെ ഒരു നാണ്യവിളകൾ ഒക്കെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു നിസ്സാര മനോഭാവം? ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം താമരശ്ശേരി രൂപതയടക്കം തലശ്ശേരി രൂപത ഈ ഒരു കോടതി വിധി വന്നതിന് ശേഷം വലിയൊരു പ്രക്ഷോഭം നടത്തിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു പുനഃപരിശോധന ഹർജി സമർപ്പിക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുകയുണ്ടായി, ഈ ഒരു ബഫർ സോണിലുള്ള പ്രദേശങ്ങൾ ആദിവാസി ജനതയുടെയും ഈ കുടിയേറ്റക്കാരുടെയും കയ്യിലുള്ളതാണ് ഈ ബഫർ സോണിലുള്ള പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെ മലയോര ജനതയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന പരാമർശങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു ലാഘവത്തോടെ ഗവൺമെന്റ് ഈ ഒരു വിഷയം? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട കർഷകർ ഒരു സമ്മർദ്ദ ഗ്രൂപ്പല്ല. ഒരു NGO തൊഴിലാളികൾ, അവർ സെക്രട്ടേറിയറ്റിലുള്ള തൊഴിലാളികൾ പണി മുടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അവർ ശ്രദ്ധിക്കുമല്ലോ. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. വിഴിഞ്ഞത്ത് വലിയ കോർപ്പറേറ്റുകളുടെ കീഴിലാവുമ്പോൾ ഉടൻ തന്നെ ഗവൺമെൻറ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയല്ല ശ്രദ്ധിക്കുന്നത്. കാരണം ഒരു സമ്മർദ്ദ ഗ്രൂപ്പാകാൻ ഇവർക്ക് കഴിയുകയില്ല എന്ന് വിചാരിക്കുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി, അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ. അതായത് ഒരു നീതിബോധം അത് നമ്മുടെ സർക്കാരിൽ ജനപ്രതിനിധികൾക്ക് ഇല്ല. നമ്മൾ കാണുമ്പോഴൊക്കെ ഒരു സന്തോഷം, ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിലും പ്രായോഗിക തലത്തിൽ നമുക്കതിന് സാധിക്കുന്നില്ല, അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല, വേണ്ട വിധത്തിൽ മുൻകരുതൽ എടുക്കുന്നില്ല. ഈ നമ്മുടെ കേരള സർക്കാരിനേക്കാൾ കൂടുതൽ കർണാടക, തമിഴ്നാട് സർക്കാരുകൾ ചെയ്യുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആ ജനപ്രതിനിധികളുടെ ഒരു ശ്രദ്ധയാണ്. ഇക്കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഇവിടെയുള്ള കപട പ്രകൃതി സ്നേഹികളുണ്ട്. അവർക്ക് ഈ ആളുകളെ പ്രശ്നമല്ലല്ലോ. ഒരു മനുഷ്യരെ കടിച്ചു കൊല്ലുന്ന പേപ്പട്ടിയെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന പ്രകൃതി സ്നേഹികളാണ്. അപ്പോൾ അതിൻ്റെ നീതി ന്യായവും നമുക്ക് വിവേചിച്ചറിയാൻ കഴിയുമല്ലോ. അത് അവിടെ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി പോവുകയാണ് ഈ ജനപ്രതിനിധികൾ, പിന്നെ ലഭിക്കുന്ന പണവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നീതിബോധം ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പിതാവ് അങ്ങ് പറഞ്ഞതുപോലെ പ്രശ്നം വളരെ രൂക്ഷമാണ് മലയോര മേഖലയിൽ. ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായി ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ രൂപത പദ്ധതിയിടുന്നുണ്ടോ? ഏതെല്ലാം സമ്മർദ്ദ മാർഗങ്ങളാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? താമരശ്ശേരി രൂപതയുടെ മാത്രമല്ല, KCBC തലത്തിൽ നമുക്ക് 60-ലധികം കർഷക സംഘടനകൾ, എല്ലാ മതത്തിലുള്ള ജാതിയിലുള്ളവർ, വ്യത്യസ്തമായിട്ടുള്ള കാർഷിക മേഖലയുള്ള സംഘടനകൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വിവിധ രീതിയിലുള്ള പദ്ധതികളാണ് ഞങ്ങൾ രൂപീകരിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ ജനപ്രതിനിധികളേക്ക് അവബോധം കൊടുക്കുക, ഇതിൻ്റെ പ്രതിസന്ധിയുടെ രൂക്ഷത അവരെ മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമതായിട്ട് കോടതിയെ സമീപിക്കുക. കോടതിയെ സമീപിക്കുവാനുള്ള സാധ്യതകൾ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ അവർ പഠിച്ച് മനസ്സിലാക്കി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ? ഹ്യൂമൻ റൈറ്റ്സ് തന്നെ, മനുഷ്യാവകാശം, ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഭരണഘടനയുടെ ആദ്യ ഖണ്ഡികകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ, മറ്റൊന്നുമല്ല. അതിൽ ഞങ്ങൾ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിലും അതുപോലെ കേരള ഗവൺമെൻറ്റിലും ഞങ്ങൾ അവരെ ബോധ്യം നൽകി അവരോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇതുപോലെ ഇനി ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷമായ സമര രീതികളിലേക്കും കടക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിതാവേ, ഒരു ബഫർ സോൺ ഇഷ്യൂ ഒരു അതിജീവനത്തിനായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. നമ്മൾ അതിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വിഴിഞ്ഞത്ത് ഇപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന ഒരു പോരാട്ടത്തെക്കുറിച്ചും തീർച്ചയായും പരാമർശിക്കേണ്ടതുണ്ട്. ആ വിഴിഞ്ഞം സമരത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? സമരം നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുള്ളപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മത്സ്യത്തൊഴിലാളികൾ ഒരു സമ്മർദ്ദ ശക്തിയല്ല. അവർക്കറിയാം സമ്മർദ്ദ ശക്തിയൊന്നുമല്ല. അവരേതെങ്കിലുമൊക്കെ പാർട്ടികളിലാണുള്ളത്, വിവിധ പാർട്ടികളിലാണ്. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇതൊക്കെ മറന്നു പോകും. അവരേതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും, വീണ്ടും ആരെങ്കിലും കടന്നു വരും. അതുകൊണ്ട് ആർക്കും ഒറ്റ നോട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പാഴൂർ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വരുമ്പോൾ എങ്ങനെയാണ് കടൽ പ്രതിരോധിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്ത ധാരാളം റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുനരധിവാസത്തിന് വേണ്ടി 450 കോടി രൂപയുടെ ഒരു പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പാക്കേജ് അനുസരിച്ച് ഇവർക്ക് സംരക്ഷണം നൽകിയാൽ മതി. ഗവൺമെൻറ് അതാണല്ലോ ചെയ്യേണ്ടത്. ഈ തീർച്ചയായിട്ടും ആരും വിഴിഞ്ഞം പദ്ധതിക്ക് എതിരല്ല, വികസനത്തിനും എതിരല്ല. വികസനമില്ലാതെ നാട് മുന്നോട്ട് പോവുകയില്ല. രൂപത നമുക്കറിയാം ഈ ISROയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഗ്രാമവും ദേവാലയമൊക്കെ വിട്ടുകൊടുത്തതാണ് തിരുവനന്തപുരത്തിൽ. അപ്പോൾ ആരും വികസനത്തിന് എതിരല്ല, പക്ഷേ ജീവിക്കാനുള്ള അവകാശമില്ലേ, അത് മാത്രമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എഴുതുന്നത്. ഇവിടെയാണ് ഗവൺമെൻറ് തോൽപ്പിക്കുന്നത്, ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തോൽപ്പിക്കുന്നത്. അവരോട് പറഞ്ഞുകൂടെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, അതിനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ടല്ലോ. ഈ മത്സ്യത്തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ നികുതിയും കൂടെ കൊണ്ടാണല്ലോ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ പൗരൻ്റെയും ജന്മ അവകാശമുണ്ട് അവന് ജീവിക്കാൻ. അതിന് തടയിട്ടുകൊണ്ട് ആർക്കും ജീവിക്കാം. അതുകൊണ്ട് ആ സമരം അവർ ഇത്തരം നിരവധി വാതിലുകൾ മുട്ടിയിട്ട് അതെല്ലാം അടയ്ക്കപ്പെടുകയോ തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് അവർ തുറക്കാതിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ ഇത് അടഞ്ഞു കിടക്കുക വാതിലുകൾ. അപ്പോൾ അവരുടെ മുമ്പിൽ ഇത് മാത്രമേ വഴിയുള്ളൂ. ആ വഴിയിലേക്ക് ആരാണ് അവരെ വലിച്ചിട്ടത്? ആരാണ് സമരം ചെയ്യാൻ താല്പര്യപ്പെടുക? വ്യക്തിപരമായിട്ട് എനിക്ക് സമരം ചെയ്യാൻ സമയമുണ്ടോ? ഒരു മത്സ്യത്തൊഴിലാളി അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. കടലിൽ പോയെങ്കിലല്ലേ അവന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ, അവരുടെ വിദ്യാഭ്യാസം. ആ സമയം എന്തുകൊണ്ടാണ്? യാതൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞങ്ങൾ പശു കറന്നും ആടിനെ തീറ്റിയും റബ്ബർ വെട്ടിയൊക്കെ ഞങ്ങളുടെ ആളുകൾ ജീവിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ ജീവിക്കുന്ന പശുവിനെ കറക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഞങ്ങളുടെ അടുപ്പ് പുകയേയില്ല. അതുകൊണ്ട് സമരത്തിന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരികയില്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ സമരം ചെയ്യുകയല്ലാതെ എന്താണ് മാർഗം? പിതാവേ, മറ്റ് വിഷയങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ പെൺകുട്ടികൾ വളരെയധികം ഒരു ട്രാപ്പിൽ പെടുന്ന വിഷയമാണ് ഈ പ്രണയക്കണി, പ്രണയച്ചതി, അല്ലെങ്കിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ. എനിക്ക് തോന്നുന്നു താമരശ്ശേരി രൂപത അതിൻ്റെ ഒരു രൂക്ഷത വളരെ ഭീകരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപത കൂടിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു പെൺകുട്ടികൾ ഇത്തരം പ്രണയച്ചതികളിൽ അല്ലെങ്കിൽ പ്രണയക്കെണികളിൽ പെട്ടുപോകുന്നത്?
അതൊരു കമ്പോള സംസ്കാരത്തിൻ്റെ ഇരകളായി തീരുകയാണ് ഈ ആധുനിക മാധ്യമങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും. പിന്നീട് ഒരുമിച്ചിരുന്ന് അടുത്തിടപഴകുവാനുള്ള അവസരങ്ങൾ, ഈ അവസരങ്ങളിൽ മുൻകാലഘട്ടങ്ങളിൽ ഒരു സാമൂഹികമായ അകലം പാലിക്കുന്നതിന് ഒരു എഴുതപ്പെടാത്ത നിയമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ലക്ഷ്മണ രേഖകൾ എല്ലാം മുറിച്ച് അപ്പുറത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ കടന്നു കഴിയുമ്പോൾ പരിചിതമല്ലാത്ത മേഖലകളിലേക്ക് അവർ കടക്കുമ്പോൾ അവരിതിന് ഇരകളായി തീരുക. ഇതിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു വിളക്ക് കാണുമ്പോൾ ഈയാമ്പാറ്റ, വിളക്കിൻ്റെ മനോഹാരിതയാണ്, സൗന്ദര്യമാണ് കാണുക. എൻ്റെ കരിഞ്ഞു പോകും എന്ന് അടുത്ത് ചെന്ന് കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് മുൻ ഈയാമ്പാറ്റകൾ ചിറക് കരിഞ്ഞതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അപ്പോൾ പ്രധാനമായിട്ടും ഒരു കമ്പോള സംസ്കാരമാണ്, നമുക്കുള്ള വിശ്വാസത്തിൻ്റെ ചോർച്ചയാണ്, ധാർമ്മിക മൂല്യങ്ങളുടെ ആഴമായിട്ടുള്ള അനുഭവത്തിൻ്റെ അഭാവമാണ് ഇത്തരം വീഴ്ചകളിലേക്ക് പോകുന്നത്. അഭിമാനബോധമുള്ളവർ ഇത്തരം അവസരങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ അഭിമാനബോധത്തോടുകൂടി ജീവിക്കുന്നവരാരും ഇത്തരം ചതിക്കുഴികളിൽ വീഴുകയില്ല. ഇതിന് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് തകര പോലെ മാത്രമല്ലയോ അതുള്ളൂ, ഒരു കുമിള പോലെയാണല്ലോ അത്. പുരപ്പുറത്ത് കിളിർത്തു വന്ന പുല്ല് പോലെയാണെന്ന് അനുഭവത്തിൽ നിന്നെല്ലാം നമുക്കറിയാം. പക്ഷേ ആളുകൾ വീണ്ടും അതിനിരയായി തീരുകയാണ്. നമുക്കറിയാം, നമുക്ക് ഈ മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഒരു പ്രണയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പ്രണയത്തിലൂടെ ചതിയിൽപ്പെടുത്തി പലപ്പോഴും ആ ചതിയിൽ പെട്ടയാൾ താൻ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കില്ല, പലപ്പോഴും പിന്നെ നമ്മൾ അവർ കാണുന്നത് ഈ സിറിയ യുദ്ധമുഖത്തായിരിക്കും. അതാണ് ഇവിടെ ഒരു പ്രധാന വിഷയമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രണയത്തിൽ ഈ സൂചിപ്പിച്ചതുപോലെ പ്രണയവും വിവാഹവും എല്ലാം എല്ലാ കാലത്തുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ജീവിതം കൊലയ്ക്ക് കൊടുക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ടിറങ്ങുന്നത്. അത്തരം തീവ്രവാദ പഠന ഗ്രൂപ്പുകൾ, അത്തരം സെല്ലുകൾ ഈ കേരളത്തിൽ ശക്തമായിട്ടുണ്ടെന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരും ഇൻ്റലിജൻറ്റ് മേഖലകളിലുള്ളവരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ബന്ധപ്പെട്ടവർ. അത് ശക്തിയോടുകൂടെ നമ്മൾ തുറന്നു പറയുകയാണ്, നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ അടുത്ത ഇര എൻ്റെ ഭാര്യയായിരിക്കും, എൻ്റെ മകളായിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിതാവ് പറഞ്ഞതുപോലെ ഈ പ്രണയക്കണിയിൽ അല്ലെങ്കിൽ ഒരു പ്രണയച്ചതിയിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരെയധികം ഒരു പങ്ക് വഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ പിതാവ് ഈ ഇടയ്ക്ക് ഈ ലവ് ജിഹാദിൽപ്പെട്ട് പിന്നീട് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തിച്ചേർന്ന് നമ്മുടെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു സാക്ഷ്യം ഈ ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി സമൂഹ മാധ്യമത്തിലൂടെ. അതിൽ ആ ഒരു പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ത്രിത്വത്തെക്കുറിച്ച്. ആൾക്ക് ഉത്തരമില്ല. വാട്ട് ഈസ് ദിസ് ട്രിനിറ്റി, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ആൾക്ക് ഉത്തരമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസ പരിശീലന മേഖല കുറച്ചും കൂടി നമ്മളൊരു അപ്ഡേറ്റഡ് ആകണം. പ്രത്യേകിച്ച് ഈ കാലോചിതമായ വെല്ലുവിളികളെ നേരിടുവാൻ നമ്മുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസ പരിശീലന മേഖല കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ആവണ്ടേ? വിശ്വാസ മേഖലകൾ അപ്ഡേറ്റഡ് ആകണം. അതിനേക്കാൾ അത് തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്. അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് നമുക്ക് ഹിന്ദു മതത്തിലുള്ള വിശ്വാസികളെ എടുക്കാം. ആ ഹിന്ദു മതത്തിലുള്ള വിശ്വാസികൾ അവർക്ക് ഒരു വേദപാഠമൊന്നും ഇല്ലല്ലോ. ഓം തത്വവിസുർവരേണ്യം ഭാർഗോ ദേവസ്യ ധീമഹി, സംസ്കൃത ശ്ലോകങ്ങളൊന്നും അവർ പഠിക്കുന്നില്ല. അവർക്കുള്ളത് നല്ലൊരു കുടുംബ പാരമ്പര്യമാണ്. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമുള്ള ഒരു കുടുംബം അവർക്കുണ്ട്. ആ പാരമ്പര്യങ്ങളിൽ അടിയുറച്ചുള്ള അവരോട് ചോദിക്കുകയാണ്, ഇതിൽ ദൈവശാസ്ത്രം ചോദിച്ചാൽ അവരാരും പറയുകയൊന്നുമില്ല. ഒരു സാധാരണ നമുക്ക് സെമിനാരിയിലൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചു, അതിൻ്റെ ആഴത്തിലേക്ക് കടന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച തെയ്യാർ ഷെർദാൻ്റെയോ അക്യൂനാസിൻ്റെയോ തിയോളജിയൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് കാരണം നമ്മളെപ്പോഴും ഓർമ്മയിലിരിക്കുന്നില്ലല്ലോ. എങ്കിലും കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ നല്ല പാഠങ്ങൾ, അത് മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ മതാധ്യാപകർ. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ കുടുംബ പശ്ചാത്തലം, കുടുംബത്തിലുള്ള സാഹചര്യങ്ങൾ, മാതാപിതാക്കളുടെ വിശ്വാസം, അത് കൈമാറ്റം ചെയ്യുവാനുള്ള ആഗ്രഹം, താല്പര്യം അവർക്കുണ്ടായിരിക്കണം. ഓരോ ഭർത്താവും ഭാര്യയും മാതാവും പിതാവും
ഞങ്ങൾ പ്രേക്ഷിതരാണ് എന്നുള്ള വലിയ ബോധ്യമുണ്ടെങ്കിലാണ് കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പം മുതൽ തന്നെ പരിശീലിപ്പിക്കാൻ കഴിയുകയുള്ളൂ വിശ്വാസത്തിൽ. മാതാപിതാക്കൾക്കോ ഒരു വൈദികനോ ആ കുഞ്ഞുങ്ങളെ കിട്ടുന്ന സമയം 10 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ അത് മാത്രമാണ് കിട്ടുന്നത്. എന്നാൽ ദിവസം മുഴുവൻ കൂടെയുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിന് പരിഹാരമാകും. എങ്കിലും ഈ മാറി വരുന്ന സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് അവർക്ക് കമ്മ്യൂണിക്കേഷൻ രീതികൾ തന്നെ വളരെയധികം മാറി. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മതബോധന രീതിയും വളരെയധികം കാലോചിതമാകേണ്ടത് അനിവാര്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് സത്വരമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചെങ്കിലേ കുഞ്ഞുങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സ്കൂളിൽ അവർ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു, കമ്പ്യൂട്ടർ പരിശീലനം, അവർ യൂട്യൂബിൽ പ്രോഗ്രാമുകൾ തയ്യാറാക്കി കൊടുക്കുന്നു. ഇത്തരം പുതിയ മേഖലകളിലേക്ക് കൂടി മതബോധനം കടന്നു പോകണം. ഇതാ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിലുള്ള ഒരു മതബോധന പരിശീലനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്കറിയാം ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയക്കണികൾ പോലുള്ള ഈ ഒരു വെല്ലുവിളികൾ ഒരു കാലഘട്ടത്തിന് ശേഷം വളരെയധികം ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത്. ഒരു പഴയ തലമുറയിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഭീകരമായ വെല്ലുവിളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങ് പറഞ്ഞതുപോലെ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് ഒരു വളരെ ശക്തമായൊരു വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ ലഭിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്ക് ചെറുപ്പത്തിലുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു 70-80കളിലെല്ലാം ഞാൻ ഓർക്കുന്നു, കമ്മ്യൂണിസമായിരുന്നു വലിയ പ്രതിസന്ധി. പള്ളികളിൽ എപ്പോഴും വൈദികർ ഓർമ്മിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നിരീശ്വര പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഇരകളായിത്തീരുന്നവർ, അതിൽ പെടാതിരിക്കുന്നതിനുള്ള അത് കുടുംബങ്ങൾ എങ്ങനെയാണ്, അത് മാതാപിതാക്കളായിരുന്നു അതിൽ മതാധ്യാപകരായിട്ട് നിൽക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ 12ാമത്തെ വയസ്സിൽ 7ാം ക്ലാസ്സിലാണ് മതബോധന ആരംഭിക്കുന്നത്. ഞങ്ങളുടെ കുടിയേറ്റത്തിൻ്റെ ആ കൊച്ചു ഗ്രാമത്തിൽ മാസത്തിൽ ഒരിക്കലാണ് വൈദികൻ വരിക. അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യം, അത് വളരെ ദൂരം കിലോമീറ്ററുകൾ നടന്നാണ് അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലേക്ക്, കൊച്ചു ആലയായൊരു പള്ളി, അവിടെ ഒരു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ഒന്നുണ്ടായിരുന്നു, വീട്ടിൽ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ആർക്കും ഭക്ഷണമില്ല. അത് കാർക്കശ്യമായിരുന്നു. അത് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും കൃത്യതയോടുകൂടി കുരിശ് വരയ്ക്കാൻ അതിലുണ്ടായിരിക്കണം. നോമ്പ് കാലത്ത് വീട്ടിലൊരിക്കലും മാംസം ഉണ്ടാകുകയില്ല, അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാകുകയില്ല. കാരണം നോമ്പിനോടുള്ള അമ്മയുടെ താല്പര്യം. വൈദികർ ഒരു മാസത്തിൽ 1 ദിവ്യബലി അർപ്പിക്കുവാൻ വരുന്ന വൈദികർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നതിന് ചുമതലപ്പെടുത്തി അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. എന്നോട് അമ്മ പറയും, ഇത് കൊടുക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അച്ഛൻ വരുമ്പോൾ തയ്യാറാക്കി അച്ഛന് കൊടുക്കും. അതിൽ നിന്ന് എന്താണ്, ഒരു പുരോഹിതനോടുള്ള സ്നേഹം, ഇതെല്ലാം ഹൃദയത്തിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ 8 മക്കളുള്ള 7 ആൺകുട്ടികൾ. അമ്മയാണ് എന്നോട് ചോദിക്കുന്നത്, നിനക്കൊരു വൈദികനാകാൻ താല്പര്യമുണ്ടോ എന്ന്. അതായത് മക്കളിൽ ഒരാൾ പുരോഹിതനാകണം, അത്തരം ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകണം. അതാണ് മതബോധനം. അത് ആ കാലഘട്ടത്തിൽ അന്നത്തെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ പുകവലിക്കുക, അതുപോലെ മഞ്ഞ പുസ്തകം വായിക്കുക, തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിൽ ഇതിലൊന്നും തന്നെ പോകാതെ ഞങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിച്ചതിന് കാരണം അമ്മയുടെ മതബോധനം തന്നെയാണ്. ഇതെല്ലാം വലിയ തിന്മയാണെന്നും ആത്മാവ് നഷ്ടപ്പെടുത്തി കളയുമെന്നും അമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആരാണ് മതബോധകർ? അത് വീട്ടിൽ നിന്ന്, അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊന്നും കടന്നു പോകാതെ അത് ദൈവവിശ്വാസത്തിനെതിരാണ്, ദൈവമില്ലെന്ന് പഠിപ്പിക്കുന്നവരാണ് അതിൽ പിടിച്ചു നിൽക്കുന്നത്. മാതാപിതാക്കളുടെ ധാർമ്മിക നിറഞ്ഞ ജീവിതവും ദൈവസ്നേഹവും ആഴമായ വിശ്വാസവും മര്യഭക്തിയും എല്ലാമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത തലമുറയെ രക്ഷിക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്കും കഴിയുകയില്ല. എത്ര വൈദികരുണ്ടെങ്കിലും എത്ര മതബോധകരുണ്ടെങ്കിലും സാധിക്കുകയില്ല. കുടുംബമാണ് എല്ലാറ്റിലും പ്രധാനപ്പെട്ടത്. അത് വിശ്വാസ കൈമാറ്റമാണെന്ന് തന്നെ കരുതുക. ഇപ്പോൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, സാമ്പത്തികമായ സുരക്ഷിതത്വം നൽകുക. വിശ്വാസ കൈമാറ്റത്തിന് ചെറിയൊരു ശതമാനം ശ്രദ്ധ മാത്രമേ ഉള്ളൂ. അതിൽ തിരികെ വരണം. എങ്കിൽ മാത്രമേ ലവ് ജിഹാദ് പോലെയുള്ള പ്രതിസന്ധികൾ നേരിടാൻ നമുക്ക് കഴിയുകയുള്ളൂ.
പിതാവ് പറഞ്ഞതുപോലെ ഈ ഒരു നമ്മുടെ പല മാതാപിതാക്കളും നമ്മുടെ ഈ ഒരു ന്യൂ ജനറേഷൻ മാതാപിതാക്കൾ പലപ്പോഴും ഒരു ലവ് ജിഹാദ് പോലത്തെ കേസുകൾ പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ അത് അവിടെയല്ലേ നടക്കുന്നത്, ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുകയില്ല. അപ്പം ഒരു വിശ്വാസ കാര്യത്തിൽ പലപ്പോഴും ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു വെള്ളം ചേർക്കുന്ന മനോഭാവം. ഇപ്പോൾ വേദപാഠത്തിന് പോകുന്നു, അത്ര വലിയ ഒരു പ്രാധാന്യം മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ മക്കൾക്ക് അത് ലഭിക്കുന്നില്ല. അതിന് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന അത് നടത്തിയില്ലെങ്കിൽ കുഴപ്പം, അങ്ങനെ ഒരു അതിനേക്കാളൊക്കെ ഉപരി ഒരു ഭൗതികതയ്ക്ക് പഠന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടല്ലേ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അത് മത്തായിയുടെ സുവിശേഷം 5:48 സ്വർഗസ്നായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് മോശയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ദൈവത്തെ ആരാധിക്കാൻ, ഒരു നല്ല വീടുണ്ടാക്കാൻ, നല്ല ഉദ്യോഗം കിട്ടാൻ, പണം ഉണ്ടാക്കാനാണ് അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്നല്ല മോശയോട് ദൈവം പറഞ്ഞത്. ആരാധിക്കാനാണ്, ദൈവത്തെ ആരാധിക്കാനാണ്, എന്നും ജീവിതം വഴി ആരാധിക്കാനാണ്. ഈ വലിയ സത്യം വിശ്വാസത്തിൻ്റെ അടിത്തറ മറന്നുപോവുക നമുക്ക്. കാരണം കമ്പോള സംസ്കാരത്തിന് ഇരകളായിത്തീരുന്നതാണ്. കമ്പോള സംസ്കാരമാണ്, അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ധനാഢ്യരോടൊക്കെ ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമുക്ക് ഇത്തരം തകർച്ചകളുണ്ടാകും. പിതാവ് കുടുംബങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പിതാവാണ്. നമുക്കറിയാം നമ്മുടെ ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ നിലനിൽപ്പ് കേരളത്തിലൊരു അപകടാവസ്ഥയിലാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ജനസംഖ്യാപരമായി നമ്മളൊരു പഠിക്കുകയാണെങ്കിൽ ജനസംഖ്യ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെയുള്ള നമ്മുടെ യുവജനങ്ങൾ പലരും ജോലി തേടി അന്യദേശങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ ഇവിടെയുള്ള ക്രൈസ്തവ ഭവനങ്ങൾ പലപ്പോഴും ശോഷിച്ചു പോകുന്നു. വലിയൊരു പ്രതിസന്ധി തന്നെയല്ലേ കേരള സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ആളുകളുടെ എണ്ണം കുറയുന്നത് അതുപോലെയുള്ള ശോഷിച്ചു പോവുകയോ ഇല്ലാതാകുകയോ എന്നുള്ളത് അല്ല. അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ജീവനെതിരെയുള്ള പ്രവർത്തനമാണ്. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് തിരിച്ചറിയാത്ത ഒരു തലമുറയ്ക്ക് എപ്പോഴും തിരിച്ചടികളുണ്ടാകും. ഹ്യൂമാനെ വീത്തെ 50 വർഷങ്ങൾ പിന്നിടുകയാണ്. മനുഷ്യജീവൻ എന്ന അപ്പസ്തോലിക പ്രബോധനം വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയപ്പോൾ ഈ യൂറോപ്യൻ സമൂഹം അതിനെ പിച്ചി ചീന്തി അഗ്നിക്കിരയാക്കി. പാർലമെൻറ്റിൽ നിയമങ്ങൾ പാസ്സാക്കിയവർ ഈ മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തിനെതിരെ ഞങ്ങളുടെ അവകാശമല്ലേ, ഞങ്ങളുടെ സ്വാതന്ത്ര്യമില്ലേ എന്ന് അവർ ശക്തമായിട്ട് പറഞ്ഞു. 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ യൂറോപ്പിലേക്ക് നോക്കുക, നമുക്ക് അവിടെ തീയും ഗന്ധകം ഇറങ്ങുന്നത് നമ്മൾ കാണുന്നില്ലേ? വെടിവെച്ച കേൾക്കുകയല്ലേ? അതിൽ അവിടെ ശൂന്യമാകുമ്പോൾ സമൃദ്ധമായ സ്ഥലങ്ങളിൽ നിന്ന് ശൂന്യമായ സ്ഥലത്തേക്ക് ആളുകൾ വരുമല്ലോ. ഒരു വർഷം തന്നെ 10-15 ലക്ഷം ആളുകളാണ് യൂറോപ്പിലേക്ക് കുടിയേറുന്നത്. അതിന് കാരണം എന്താണ്? ഒരു വർഷം 4 കോടി ജനങ്ങളാണ് ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അത് വിവാഹം നടക്കുന്നില്ല, അബോർഷൻ ക്ലിനിക്കുകൾ പെരുകുന്നു, ജീവനെതിരെ പ്രവർത്തിക്കുന്നു. എന്താണ് സംഭവിക്കുക? കനത്ത തിരിച്ചടി. നമുക്ക് ഈ ജീവനെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന അതൊരു പ്രേക്ഷിത പ്രവർത്തനമായി ഓരോ കുടുംബവും സ്വീകരിക്കണം. അതല്ലെങ്കിൽ യൂറോപ്പ് നേരിട്ട കനത്ത തിരിച്ചടി നമുക്കും ഉണ്ടാവും. കാരണം എന്താണ്? മനുഷ്യന് ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ മുമ്പിൽ പാഠങ്ങളുള്ളപ്പോൾ പാഠങ്ങളിൽ നിന്ന് പഠിക്കണ്ടേ? അതിന് നമുക്ക് സാധിക്കും. നമ്മൾ താമരശ്ശേരി രൂപതയിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചതാണ്. 4 അതിലധികമോ കുഞ്ഞുങ്ങളുള്ള 600-ലധികം കുടുംബങ്ങൾ നമുക്കിവിടെയുണ്ട്. ഞങ്ങൾ അവരോട് പറയുന്നത്, ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്, 10ാമത്തെ കുഞ്ഞിന് ഞാൻ മാമോദിസ നൽകിയിട്ടുണ്ട്. അവരൊന്നും സാമ്പത്തികമായി വലിയ ഉന്നതമായ കുടുംബങ്ങൾ ഒന്നുമല്ല, സാധാരണക്കാരാണ്. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ 10 കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഇന്ന് വരെ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം എല്ലാം ദൈവമാണ് നടത്തുന്നതെന്ന് അവർക്ക് മനസ്സിലാകുക. എനിക്ക് അത്ഭുതകരമായ അനുഭവങ്ങളാണ് ജീവനെ സ്വീകരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം നൽകുന്നത് എന്ന് കാണുക. പലപ്പോഴും കുഞ്ഞുങ്ങൾ കൂടെ ഇരിക്കാൻ ആളില്ല, പഠിപ്പിക്കാൻ ആളില്ല, അങ്ങനെ ഓരോരോ കാരണങ്ങളല്ലേ പറയുന്നത്. എല്ലാം കമ്പോള സംസ്കാരമാണ്. അതായത് സമൃദ്ധി എന്ന സമ്പത്തുണ്ടാകണം, ജീവിക്കണം. മനുഷ്യനെ ജീവനെ സംരക്ഷിച്ചോ, സമ്പത്തൊക്കെ ദൈവമല്ലേ തരുന്നത്, അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല.
അപ്പോൾ നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ കൃത്യസമയത്ത് വിവാഹം കഴിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഈ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവാണ്. ആൺകുട്ടികൾ, യുവാക്കളാണ് വിവാഹിതരാകാതെ ഉള്ളത്. അതെന്തുകൊണ്ടാണ് അവർ വിവാഹിതരായത്? നമ്മുടെ വീടുകൾ പരിശോധിച്ചാൽ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ കൂടുതൽ വിവാഹിതരാകാതെ നിൽക്കുന്നത്? ആൺകുട്ടികളാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹിതരാകുന്നത്? മാതാപിതാക്കൾ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. ഒരു 23 വയസ്സ് 25 ആകുമ്പോഴേക്കും അവരുടെ മനസ്സിൽ ഇനി എന്ന് വിവാഹം ഇവരുടെ നടക്കും? അവർക്ക് വിവാഹം നടത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ കാലശേഷം ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു പോകും? ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് മാതാപിതാക്കൾ നിർബന്ധിക്കും ഈ വിവാഹം നടത്താൻ വേണ്ടി. അപ്പോൾ അത്തരമൊരു പ്രഷർ ഈ ആൺകുട്ടികളിൽ കൊടുക്കുന്നില്ല. അവർ 25 ആയുള്ളൂ, 28 ആയുള്ളൂ. അപ്പോഴേക്കും അവരുടെ സമയം കഴിഞ്ഞു പോകും. പെൺകുട്ടികൾ 23 മുതൽ 25 വരെയുള്ള വിവാഹം കഴിക്കും. ആൺകുട്ടികൾ 29 ആകുമ്പോൾ ഏജ് ഗ്യാപ്പ്, ആൺകുട്ടികളും വലുതാകും. അപ്പോൾ അവർക്ക് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുകയില്ല. തന്നെക്കാൾ 5 6 വയസ്സ് മുകളിലുള്ള കുട്ടികളെ വിവാഹം കഴിക്കാൻ ആരാണ് ഇഷ്ടപ്പെടുക? അതുകൊണ്ടാണ് അതൊക്കെ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇക്കാര്യത്തിൽ. നിർബന്ധിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമുണ്ട് അവർക്ക്. ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് നേരത്തെ വിവാഹം കഴിപ്പിക്കണം. 25 വയസ്സ് മുമ്പ് ഒരാളെ പോലും അപ്പുറത്തേക്ക് കടത്തിവിടാൻ പാടില്ല. അങ്ങനെ കടത്തിവിട്ടാൽ ജീവനുണ്ടാകുകയില്ല, സമൃദ്ധമായി ഉണ്ടാകുകയില്ല. അതായത് അതോടൊപ്പം മറ്റൊരു വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദായ ബോധം. പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിനെതിരെ മുഖ്യധാരാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സിനിമകളിലൂടെയും ഒക്കെ ക്രൈസ്തവ സഭ അവഹേളിക്കപ്പെടുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ പലരും തയ്യാറാകുന്ന യുവജനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഒരു സമുദായ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക? അത് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും? സമുദായ ബോധം നഷ്ടപ്പെടുവാനുള്ള ഒരു പാരമ്പര്യമായിട്ട് നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് നാം ഒരു കുടുംബം പോലെയാണെന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് വളരാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് വളരുമ്പോൾ തളരുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു സമുദായ ബോധം നമുക്ക് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സമുദായത്തിലെ സംഘടനയുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുണ്ട്. സംഘടനകൾ അംഗങ്ങളായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാമുദായികമായിട്ട് നമുക്ക് വളരാൻ കഴിയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിരുന്നു. നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കൊച്ചിൻ ബാങ്ക്, പാലാ സെൻട്രൽ ബാങ്ക്, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് വളർത്തി കൊണ്ടുവന്നതാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക്. ഇന്ന് നമുക്ക് ഉള്ള സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നു. എന്നാൽ ഇന്ന് വളർന്ന് വലുതായി അവർ സ്വന്തം കാലിൽ നിൽക്കാം എന്നാകുമ്പോൾ സമുദായത്തെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ പ്രവർത്തിക്കേണ്ട സമയം അതിര് കടന്നു കഴിഞ്ഞു. നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് സമുദായം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനുള്ള പ്രതിലോമ ശക്തികളെ കൃത്യതയോടുകൂടെ നേരിടാൻ ഉള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് ഉണ്ടായിരിക്കണം. അത് മെത്രാന്മാരും അച്ഛന്മാരും മാത്രം വിചാരിച്ചാലൊന്നും സാധിക്കുകയില്ല. നേതൃത്വത്തിലുള്ള അൽമായർ നമുക്ക് ധാരാളമുണ്ട്. ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരു ആത്മാവ് എന്നുള്ള ആദിമസഭയുടെ ഒരു ചൈതന്യത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമുദായത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നമുക്കറിയാം, കഴിഞ്ഞ 2021 സെപ്റ്റംബർ 8 കുറവിലങ്ങാട് പള്ളിയിൽ വെച്ച് പാലാ പിതാവ് നടത്തിയ ഒരു പ്രസംഗം നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് അതിനെ സാധൂകരിക്കുന്ന നിരവധി കേസുകളാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്ന ഒരു പെൺകുട്ടികളിൽ ഭൂരിഭാഗവും നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഒരു ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തം ഈ ഒരു സമൂഹത്തെ ആകമാനം ബാധിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് ഈ ലഹരിയിലൂടെ ഈ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെയൊക്കെ ഒരു ട്രാപ്പിൽ പെടുത്തുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അത് തീർച്ചയായിട്ടും അതീവ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഇടപെടേണ്ട മേഖലയാണ് മയക്കുമരുന്നുകൾ എന്ന് നമുക്ക് മദ്യപാനത്തെക്കാൾ കൂടുതൽ തീവ്രതയോടുകൂടെ സമൂഹത്തെ കാർന്നു തിന്നുകയാണ് ഈ ക്യാൻസർ, ഈ മയക്കുമരുന്ന്. അത് നമുക്ക് സാധിക്കുന്ന മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ്. കുട്ടിയിലുള്ള പെരുമാറ്റത്തിൻ്റെ വൈകല്യം കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാത്തത് കൊണ്ടാണ്. അവരങ്ങനെ ചെയ്യുകയില്ല എന്നാണ് മാതാപിതാക്കൾ വിശ്വസിക്കുക. എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുകയില്ല. പക്ഷേ ആ വിശ്വാസത്തിന് അപ്പുറത്താണ് അവരുടെ കൂട്ടുകെട്ടുകൾ. കാരണം ഇത് പണമുണ്ടാക്കണം ഏത് വിധേനയും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ പണമുണ്ടാക്കണം? എത്ര എളുപ്പത്തിൽ പണമുണ്ടാക്കണം. അതുകൊണ്ട് മയക്കുമരുന്ന് വിതരണം ചെയ്താൽ വളരെ എളുപ്പത്തിൽ പണമുണ്ടാകും.
അതിനുള്ള ഇരകൾ വളരെ എളുപ്പത്തിൽ കിട്ടുകയല്ലേ ആളുകൾ നിൽക്കുമ്പോൾ സാധിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം വിചാരിച്ചാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. മാതാപിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ തന്നെ ബോധവൽക്കരണത്തിലൂടെ വലിയ പ്രതിസന്ധികളെ അവരെ ബോധവൽക്കരിക്കുക. ഇങ്ങനെ എല്ലാവരും കൂടെ സമൂഹം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇതിനെ നേരിടാൻ കഴിയുകയുള്ളൂ. അതായത് പലപ്പോഴും ഈ സഭാ നേതൃത്വത്തിനെതിരെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന ഒരു വിമർശനമാണ് പലപ്പോഴും ഈ കാലോചിതമായ പല വെല്ലുവിളികളെക്കുറിച്ചും ഒരു ബോൾഡായിട്ടുള്ള ഒരു തുറന്നൊരു നിലപാട് സഭാ നേതൃത്വം എടുക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് പ്രണയക്കണികളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിമർശനത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണും? അത് സമൂഹത്തിൻ്റെ നേതൃത്വം നൽകുന്നവർക്ക് ഓരോ പ്രതിസന്ധികളെ നേരിടുമ്പോൾ വിവിധ മേഖലകൾ പരിശോധിച്ച ശേഷമേ അതിൽ ഇടപെടാൻ സാധിക്കൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മയക്കുമരുന്ന് എടുക്കാം. മയക്കുമരുന്ന് ഒരു വിഭാഗക്കാരാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് എന്ന് പ്രധാനമായ ആരോപണമുണ്ടല്ലോ. അതിൽ ഒരു സമുദായത്തിൽ അവരുണ്ടാകുന്ന ഒരു ചെറിയൊരു ശതമാനം ആളുകൾ, ആ ചെറിയൊരു ശതമാനം ആളുകൾ ആണിത് വിതരണം ചെയ്യുക. എല്ലാവരും വിതരണം ചെയ്യുന്നില്ലല്ലോ. ആ ഒരു ചെറിയൊരു ശതമാനം ആളുകൾ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സമുദായത്തെ മുഴുവനും നമുക്ക് മുദ്ര കുത്താൻ കഴിയുകയില്ല. അവരെല്ലാവരും തീവ്രവാദികളാണ്. സമൂഹത്തിൽ ക്രിസ്തു പ്രസംഗിച്ച ഒരു സാർവത്രിക സ്നേഹമുണ്ട്. ആ സാർവത്രിക സ്നേഹം പ്രഘോഷിക്കുവാനും അത് നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം മെത്രാന്മാരെ ഞങ്ങളെപ്പോലെയുള്ളവർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഒരു വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെയൊക്കെ വർഗീയ സംഘർഷങ്ങൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് ഒരു വിഷമവുമില്ല. നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ അത് അണയ്ക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് അത്തരം അനുഭവങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. ചർച്ചകളിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെയും ഈ പ്രതിസന്ധികളെ നമുക്ക് നേരിടാം. എന്നാൽ ഒരു വർഗീയത ആളിക്കത്തിക്കുക, സമുദായങ്ങൾ തമ്മിലുള്ള അടുപ്പം, അതിൻ്റെ അകൽച്ച വർദ്ധിപ്പിക്കുക, അത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംയമനം, ഒരുപക്ഷെ ഒരു നിശബ്ദത, അത് ഒരു പരാജയമായിട്ട് പൊതുസമൂഹത്തിൽ കുറച്ച് പേരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തായിട്ട് ഒരു സ്നേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗം അതിലൂടെ സാധിക്കുകയാണ് ചെയ്യുക. നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് നമ്മുടേതായ മാർഗങ്ങളെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഔദ്യോഗികമായിട്ട് പൊതുവായി ഇത്തരം കാര്യങ്ങളിൽ ഒരു സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, എക്വിലിബ്രിയം, അത് എല്ലാ മതങ്ങളും ജാതിയും വർഗവും വർണ്ണവും എല്ലാം ഒരുമിച്ച് ജീവിക്കണം, സമാധാനത്തോടു കൂടി ജീവിക്കണം. അതാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. അവരാരെയും മാറ്റി നിർത്താതെ തൻ്റെ സാർവത്രിക സ്നേഹത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്ന സുവിശേഷം, അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുകയില്ല. തീർച്ചയായും പിതാവേ, ഇത്രയും നേരം വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഭ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ചിന്തകൾ അങ്ങ് പങ്കുവച്ചു. അങ്ങയുടെ വിലയേറിയ സമയം ഷെക്കീന ന്യൂസുമായി പങ്കുവച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു പിതാവേ.